ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഐസോബാറിക് പ്രോസസ് ആണ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള വരിയിൽ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഡ്യൂറിങ് എൻ ഐസോബാറിക് പ്രോസസ് പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പൊ പ്രഷറിന് ചേഞ്ച് ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സിനെയാണ് ഐസോബാറിക് പ്രോസസ് എന്ന് വിളിക്കുക. അപ്പൊ ഒരു ഐസോബാറിക് പ്രോസസ് നടക്കുന്ന സമയത്ത് പ്രഷർ മാറ്റമില്ലാതെ ഏത് വാല്യൂവിലാണോ ഉള്ളത് അതേ വാല്യൂ തന്നെ തുടരും. ഇപ്പൊ ഒരു ഐസോബാറിക് പ്രോസസ് 1ൽ നിന്ന് 2ലേക്ക് നടന്നു കഴിഞ്ഞാൽ P1 ഈക്വൽ ടു P2 ആയിരിക്കും. ആദ്യത്തെ പ്രഷറും രണ്ടാമത്തെ പ്രഷറും സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് പ്രാക്ടിക്കലി നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലി ഇവിടെ ഇടതുവശത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഒരു പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലിക്ക് താഴെ നമ്മളൊരു ഹീറ്റിംഗ് സോഴ്സ്, ചൂടാക്കാൻ ഒരു ഹീറ്റിംഗ് സോഴ്സ് വെക്കാൻ സങ്കല്പിക്കുക. ഇപ്പൊ ഇവിടെ നമ്മളൊരു തീ വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലിക്കകത്ത് എടുത്തിട്ടുള്ള ഗ്യാസിനെ നമ്മൾ ചൂടാക്കുകയാണ്. ഇവിടെ ഈ ഗ്രീൻ നിറത്തിൽ കാണിച്ചിട്ടുള്ളത് പിസ്റ്റണും ഈ ഒരു ബ്ലൂ നിറത്തിൽ കാണിച്ചിട്ടുള്ള എന്താണ്, സിലിണ്ടറും ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇവിടെ ഹീറ്റിംഗ് സോഴ്സ് വെച്ച് ചൂടാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ഗ്യാസ് വികസിക്കും, പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് എങ്ങനെയെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ വോളിയം ഇതാണ്. ഈ വോളിയം നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണാം, ടെമ്പറേച്ചറും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോളിയം ടെമ്പറേച്ചറും കൂടിയിട്ടുണ്ട്. ഗ്യാസ് ആദ്യം എത്ര ഉണ്ടായിരുന്നു, ഇത്രയും ഏരിയയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ വരെ ഗ്യാസ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഐസോബാറിക് പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ വികസിക്കാൻ കഴിയുന്ന പിസ്റ്റനോട് കൂടിയ ഒരു സിലിണ്ടർ ഐസോബാറിക് പ്രോസസ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഐസോകോറിക് പ്രോസസ്സിലാണെങ്കിലോ പിസ്റ്റനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനോ കംപ്രസ് ചെയ്യാനോ സാധിക്കാത്ത വിധത്തിൽ ലോക്ക് ആക്കിയിട്ടായിരിക്കും വെക്കുക. ആ ഒരു ഡിഫറൻസ് ആണ് രണ്ടും തമ്മിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഇനി ഐസോബാറിക് പ്രോസസ്സിന്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഐസോകോറിക് പ്രോസസ് കേട്ടവർക്കറിയാം, നമ്മൾ രണ്ട് തരത്തിലുള്ള ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് PV ഡയഗ്രാം, രണ്ടാമത്തത് TS ഡയഗ്രാം. അപ്പൊ ആദ്യം PV ഡയഗ്രാം എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഐസോബാറിക് പ്രോസസ്സിന്റെ PV ഡയഗ്രാം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ ആണെന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കറിയാം, വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, ഇതുപോലെ മൂവ് ചെയ്യുന്ന സമയത്ത് വോളിയം കൂടുകയാണ്. അപ്പോൾ വലതുവശത്തേക്ക് ആരോ മാർക്കുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് നമുക്ക് കിട്ടുക. ഇനി വോളിയം കുറയാണെന്നുണ്ടെങ്കിൽ ആരോ മാർക്ക് നമുക്ക് എങ്ങനെ വരും, തിരിച്ചുമാണ് വരിക. ഓക്കെ ആണല്ലോ. ഇതാണ് PV ഡയഗ്രാം. അപ്പോൾ ഒരു ഐസോബാറിക് പ്രോസസ്സിന്റെ TS ഡയഗ്രാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇനി നോക്കാനുള്ളത്. TS ഡയഗ്രാം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ y ആക്സിലും എൻട്രോപ്പി x ആക്സിലും ആയിട്ടുള്ള ഒരു കർവാണ്. അതിന്റെ ഷേപ്പ് ഈ കാണുന്ന രൂപത്തിലായിരിക്കും. ഒരു ചന്ദ്രക്കല പോലെ മുകളിലോട്ടായിരിക്കും അതിന്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. ഇനി വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരോ മാർക്ക് നിങ്ങൾ ഇവിടെ കണ്ട പോലെ മുകളിലോട്ടായിരിക്കും. ഇനി അതല്ല, വോളിയം കുറയുന്ന ഒരു പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ആരോ മാർക്ക് താഴോട്ടുമായിരിക്കും. അപ്പൊ ഷേപ്പ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ചന്ദ്രക്കല പോലുള്ള ഒരു ഷേപ്പ് ആയിരിക്കും TS ഡയഗ്രാം ഉണ്ടായിരിക്കുക. നമുക്ക് നോക്കാം. ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം നമ്മൾ സ്ഥിരമായി എല്ലാ പ്രോസസ്സിലും ഡിസ്കസ് ചെയ്യുന്ന പോലെ റിലേഷൻ ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ്. ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ബാക്കി ഉണ്ടാവുക വോളിയവും ടെമ്പറേച്ചറും ആണ്. അപ്പൊ അവ തമ്മിലുള്ള ബന്ധമായിരിക്കും നമ്മൾ പറയുക. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ലോ എന്ന് പറയുന്നത് ചാൾസ് ലോ ആണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രഷർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് അവിടെ ചാൾസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ് സംഭവിച്ചാൽ V1/T1 ഈക്വൽ ടു V2/T2 ആയിരിക്കും. അതായത് ആദ്യത്തെ വോളിയം ബൈ ആദ്യത്തെ ടെമ്പറേച്ചർ ഈക്വൽ ടു രണ്ടാമത്തെ വോളിയം ബൈ രണ്ടാമത്തെ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു റിലേഷൻ വഴി നമുക്ക് ഇതിൽ അറിയാത്ത വോളിയമോ അറിയാത്ത ടെമ്പറേച്ചറോ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് വർക്ക് ഡൺ ആണ് നോക്കാനുള്ളത്. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ 0 ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്.
എന്നാൽ ഐസോബാറിക് പ്രോസസ്സിൽ നോൺ സീറോ വർക്ക് ഡൺ ഉണ്ടാവുക, വർക്ക് ഡൺ ഒരിക്കലും സീറോ ആയിരിക്കുകയില്ല. അപ്പൊ നമ്മളിവിടെ ഇക്വേഷൻ എന്താ എന്നുള്ളത് നോക്കാം. പഴയതുപോലെ തന്നെ ഇക്വേഷൻ ഇന്റഗ്രൽ 1 to 2 പി ഡി വി എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് വോളിയം ചേഞ്ച് ആവുന്നുണ്ട്. ഡി വി എന്താണ്? സീറോ അല്ല. ഡി വി സീറോ അല്ല. നേരത്തെ കേസിൽ ഡി വി സീറോ ആയിരുന്നു, ഇവിടെ ഡി വി സീറോ അല്ല. അക്കാരണത്താൽ തന്നെ നമുക്ക് എന്തുണ്ട്? വർക്ക് ഇവിടെ ഉണ്ട്. അപ്പോ നമുക്ക് പ്രഷർ കോൺസ്റ്റന്റ് ആയത് കാരണം അത് ഇന്റഗ്രലിൽ നിന്ന് വെളിയിലെടുക്കാം. പിന്നെ ബാക്കിയുള്ളത് പി ഇന്റഗ്രൽ 1 to 2 ഡി വി എന്നുള്ളതാണ്. ഇന്റഗ്രലിന്റെ ഒരു ചെറിയ അടിസ്ഥാനം അറിയുന്നവർക്ക് അറിയാം, ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്നാണ്. അപ്പൊ പി പുറത്തുണ്ട്, അതിനെ പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി ഇൻറ്റു വി ടു മൈനസ് വി വൺ എന്നുള്ള രൂപത്തിലായിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി നമ്മൾ ഈ പ്രഷറിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ആണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നമുക്ക് പി വി ടു മൈനസ് പി വി വൺ എന്ന് കിട്ടും. പി വി ടു മൈനസ് പി വി വൺ എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം ഇവിടെ പി വൺ ഈക്വൽ ടു എന്താണ്? പി വൺ ഈക്വൽ ടു പി ടു ആണ്. കാരണം കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. അതുകൊണ്ട് ആദ്യത്തെ പി യെ നമുക്ക് പി ടു എന്ന് എഴുതാം, രണ്ടാമത്തെ പി യെ പി വൺ എന്ന് എഴുതാം. അത് നമുക്ക് ഇക്വേഷൻ ഒന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, വേറെ ഒന്നുമില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ ഏത് രൂപത്തിലാവും? ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോ പറഞ്ഞ ഇക്വേഷൻ തന്നെ ഈ രൂപത്തിലേക്ക് മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ നോക്കുക, പി ടു വി ടു മൈനസ് പി വൺ വി വൺ എന്നുള്ള രൂപത്തിൽ ഇക്വേഷൻ ആയി മാറും. ഇനി നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആറാണ്. ആ ആറ് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എം ആർ ടി. ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പി വി ഈക്വൽ ടു എം ആർ ടി. അപ്പൊ ഇവിടെ പി ടു വി ടുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പി ടു വി ടുവിന് പകരം എന്ത് കൊടുക്കാം? പി ടു വി ടു എന്നാവുന്ന സമയത്ത് പി ടു വി ടു എന്നാണെങ്കിൽ എമ്മും ആറും നമ്മളെ പ്രോസസ്സുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്, ടെമ്പറേച്ചർ പ്രോസസ്സുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ പി ടു വി ടു ഈക്വൽ ടു എം ആർ ടി ടു എന്ന് എഴുതാം. ഇതുപോലെ പി വൺ വി വണ്ണിനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? പി വൺ വി വൺ ഈക്വൽ ടു എം ആർ ടി വൺ എന്നും എഴുതാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എം ആർ ടി ടു, പി ടു വി ടുവിന് പകരം എങ്ങനെ കിട്ടും നമുക്ക്? പിന്നെ പി വൺ വി വണ്ണിന് പകരം നമുക്ക് ഇതാ ഇങ്ങനെ എം ആർ ടി വൺ എന്നും ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെയായി മാറി? എം ആർ ടി ടു മൈനസ് എം ആർ ടി വൺ എന്നായി മാറി ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ മാറിക്കഴിഞ്ഞാൽ എം ആർ രണ്ടിടത്തുണ്ട്. എം ആർ ആദ്യത്തെ ടേമിലുണ്ട്, എം ആർ എന്നുള്ളത് രണ്ടാമത്തെ ടേമിലുണ്ട്. അപ്പൊ നമുക്ക് എം ആറിനെ പുറത്തെടുക്കാം, ബാക്കി ഉണ്ടാവുക എം ആർ ടി ടു മൈനസ് ടി വൺ. ഇപ്പൊ വർക്ക് ഡണ്ണിന് രണ്ട് ഫോർമുല ഉണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ ഫോർമുല, പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യമായത് ഈ ഫോർമുലയാണ്, പ്രഷർ ഇൻറ്റു വി ടു മൈനസ് വി വൺ. പ്രഷർ ഇൻറ്റു വി ടു മൈനസ് വി വൺ. ഇതാണ് ഒന്നാമത് പ്രോബ്ലം ചെയ്യാൻ പഠിക്കേണ്ട ഫോർമുല. രണ്ടാമത്തത് എം ആർ ടി ടു മൈനസ് ടി വൺ. ഈ രണ്ട് ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് വർക്ക് ഡണ്ണിന് പഠിക്കുക. ഇന്റേണൽ എനർജി ചേഞ്ച് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡെൽറ്റ യു ഈക്വൽ ടു എം സി വി ടി ടു മൈനസ് ടി വൺ ആണ്. അതിൽ മാറ്റമൊന്നുമില്ല, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫേർഡ് നോക്കാനുണ്ട്, അതുപോലെ തന്നെ എൻതാൽപ്പി ചേഞ്ച് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ആണ് ഇനി കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? Q ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. നമ്മൾ ഐസോകോറിക് പ്രോസസ്സിന്റെ സമയത്ത് എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നിട്ടുള്ളത് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ആ വീഡിയോ പരിശോധിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഡെൽറ്റ യുക്ക് പകരം തൊട്ടു മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എം സി വി ടി ടു മൈനസ് ടി വൺ. വർക്കിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? എം ആർ ടി ടു മൈനസ് ടി വൺ. നമ്മൾ തൊട്ടു മുമ്പ് കണ്ടുപിടിച്ചു വെച്ച ഇക്വേഷൻ ആണ് വർക്ക് ഡൺ ഈക്വൽ ടു എം ആർ ടി ടു മൈനസ് ടി വൺ. ഇനി ഇവിടെ ആദ്യത്തെ പദത്തിലും
രണ്ടാമത്തെ പദത്തിലും പൊതുവായി വരുന്ന ഒരാളുണ്ട്, അയാളെ നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതാരാണ്? മാസും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസും T2 - T1ഉം രണ്ട് ടേമിലും പൊതുവായിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടിൽ നിന്നും ഈ ഒരു ടേമിനെ പൊതുവായിട്ട് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഈ താഴെ കാണുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെടും. എങ്ങനെയാണ് വരിക? നിങ്ങൾ നോക്കുക, എമ്മിനെയും T2 - T1നെയും നമ്മൾ ഇക്വേഷനിൽ നിന്ന് പുറത്തോട്ട് എടുത്തു. അപ്പൊ ഇനി ബാക്കി ഉണ്ടാവുക ആദ്യത്തെ പദത്തിൽ നമുക്ക് എന്തുണ്ട്? ആദ്യത്തെ ടേമിൽ CV ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ ആറും നമുക്ക് ബാക്കിയായിട്ടുണ്ട്. അപ്പൊ M ഇൻറ്റു T2 - T1 ഇൻറ്റു CV പ്ലസ് R എന്നാണ് നമുക്ക് ഉള്ളത്. ഈ CV പ്ലസ് ആറിനെ നമുക്ക് CP എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ മേയേഴ്സ് റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? CP മൈനസ് CV ഈക്വൽ ടു ക്യാപിറ്റൽ R എന്നാണ് നമ്മൾ മേയേഴ്സ് റിലേഷൻ വഴി പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് CV പ്ലസ് R ഈക്വൽ ടു CP എന്നുള്ളത് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ആ CV യെ വലതുവശത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ CP ഈക്വൽ ടു CV പ്ലസ് R എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ മുകളിൽ ഒരു CV പ്ലസ് R ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു CV പ്ലസ് R. ആ CV പ്ലസ് Rന് പകരം നമുക്ക് ഇനി എന്ത് കൊടുക്കാം? ഇവിടെ കാണുന്ന CP യെ കൊടുക്കാം. അപ്പോൾ CV പ്ലസ് Rന് പകരം നമ്മൾ എന്താക്കി മാറ്റി? അടുത്ത സ്റ്റെപ്പില് ഇവിടെ ഈ ഒരു സ്റ്റെപ്പില് CP ആക്കിയിട്ട് മാറ്റി. അങ്ങനെ ഇതിനും ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അടുത്തൊരു സ്റ്റെപ്പിൽ കിട്ടുന്നത് Q ഈക്വൽ ടു MCP T2 - T1 എന്നുള്ളതാണ്. അതാണ് ഹീറ്റ് ട്രാൻസ്ഫേർഡിന്റെ ഇക്വേഷൻ. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. എൻതാൽപ്പി ചേഞ്ചിന് നമ്മൾ മുൻപേ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? MCP T2 - T1. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫേർഡിന് ലഭിച്ച ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ Qവും ഹീറ്റ് ട്രാൻസ്ഫേർഡും അതുപോലെ തന്നെ എൻതാൽപ്പി ചേഞ്ചും ഡെൽറ്റ എച്ചും എന്താണ്? ഒരു ഐസോബാറിക് പ്രോസസ്സിൽ സെയിം ആണ്. Q ഈക്വൽ ടു ഡെൽറ്റ എച്ച് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഐസോബാറിക് പ്രോസസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. വേണ്ട നോട്ടുകളൊക്കെ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് തന്നെ എഴുതിയെടുക്കുക. ഈ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനും അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.